ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു വ്ളോഗാണ്. നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും വ്ളോഗ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് എസ് ഓർ നോ ആയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓൾസോ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. യൂഷ്വലി ഞാനൊരു 4:30 ആകുമ്പോഴാണ് ഉറക്കം എഴുന്നേൽക്കാറ്. പക്ഷേ ഇന്ന് ഭയങ്കര മടി കാരണം 5 മണിക്കാണ് ഞാൻ ഉറക്കം എണീറ്റിട്ടുണ്ടായിരുന്നത്. അതിനും റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവക്കുട്ടിക്ക് സ്കൂളിൽ പോകണം, അതർവൈസ് ഞാൻ വീണ്ടും കിടന്നുറങ്ങിയേനെ. ഭയങ്കര മടിയായിരുന്നു എനിക്ക് രാവിലെ എണീറ്റിട്ട് വരാൻ. അതിന് വേറൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് അത്യാവശ്യം ജോലി കുറവാണ്. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ ഇത്ര ലേറ്റായിട്ട് എഴുന്നേറ്റ് വന്നത്. വന്ന പാടെ തന്നെ തലേന്ന് തിളപ്പിച്ച് വെച്ചിട്ടുള്ള ചോറെടുത്ത് ഒന്നും കൂടി തിളയ്ക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. മീൻ വയൽ ചായ കുടിക്കുകയാണ്. നോർമലി ഞാൻ ഈ ടൈം ചായ കുടിക്കാറില്ല. മിക്കപ്പോഴും സ്കൂളിൽ കുട്ടീനെ ആക്കിയിട്ട് വന്നതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിനൊപ്പമായിരിക്കും ഞാൻ ചായ ഇട്ടിട്ട് കുടിക്കാറ്. പക്ഷേ ഇന്നെന്താണെന്നറിയില്ല, രാവിലെ എണീറ്റപ്പോൾ തൊട്ട് നല്ല തലവേദനയുണ്ട്. സോ ഞാൻ വിചാരിച്ചു ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് റിഫ്രഷ് ആയിക്കാമെന്ന്. ചായ ഇട്ട് വെച്ച ഉടനെ തന്നെ ഞാൻ ഇഡലിക്കുള്ളതും കൂടി വെച്ചിട്ടാണ് കേട്ടോ ചായ ആയിട്ട് ഞാൻ പുറത്തേക്ക് വന്നത്. പിന്നെ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാമല്ലോ. തലേന്നത്തെ സാമ്പാർ ഉള്ളതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് പ്രത്യേകിച്ച് കറികളൊന്നും എനിക്ക് ഉണ്ടാക്കണ്ട. സോ കുറച്ച് നേരം റിലാക്സ്ഡ് ആയിട്ടൊക്കെ ഇരുന്ന് ഞാൻ ചായ കുടിച്ചു. കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇവക്കുട്ടിയും എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇവക്കുട്ടിക്ക് ലഞ്ചായിട്ട് ഞാൻ കൊടുത്തു വിടുന്നത് ടൊമാറ്റോ റൈസാണ്. വളരെ ക്വിക്കായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതായത് കാരണം അതാണ് കേട്ടോ ഇന്ന് കൊടുത്തു വിടുന്നത്. അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ ഓടിച്ചാടിയാണ് ഇന്ന് ബസ് കയറാനായിട്ട് വന്നത്. ഇച്ചിരി ലേറ്റായി. ആ ഇറങ്ങിയ സമയത്ത് തന്നെ കറക്റ്റ് മഴയും പെയ്തു കേട്ടോ. എന്തിനാണ് ഈ മഴ പെയ്തതെന്ന് ഒരു പിടുത്തവും കിട്ടണില്ല. ബിക്കോസ് കണ്ടില്ലേ, ഒരു 2-5 മിനിറ്റ് കഷ്ടി മഴ പെയ്തിട്ടങ്ങ് പിന്നെ നല്ല വെയിൽ വന്നു. അങ്ങനെ ഞാൻ കുറച്ചധികം നനഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവക്കുട്ടീനെ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് സ്കൂളിലേക്ക് വിട്ടിട്ടുണ്ട്. നേരെ വീട്ടിൽ വന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി കുറച്ച് നേരം റിലാക്സ് ചെയ്യുന്ന ടൈമാണ്. ആ സമയത്ത് നമ്മുടെ ദേവാസുരം സിനിമ നടക്കരുത് കേട്ടോ. എനിക്ക് ഈ പഴയ സിനിമകളൊക്കെ റിപ്പീറ്റഡായിട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ കുറച്ചധികം നേരം റെസ്റ്റ് ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി നേരം ഞാൻ കിടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വളരെ താമസിച്ച് പതിയെയാണ് ഞാൻ കിച്ചണിൽ വീണ്ടും ഉച്ചത്തേക്കുള്ള ഭക്ഷണത്തിന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കയറിയത്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് വെച്ചാൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും ഇന്ന് ഉണ്ടാക്കണ്ട, വളരെ സിമ്പിളായിട്ടൊരു ലഞ്ചായിരിക്കണം എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ക്യാബേജ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ക്യാബേജ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആ ടൊമാറ്റോ ഞാൻ എടുത്ത് വെച്ചത് രസം ഉണ്ടാക്കാനാണ് കേട്ടോ. പിന്നെ കുറച്ച് മീൻ ഓൾറെഡി വറുക്കാനായിട്ടുള്ളത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. സോ കൂടുതൽ ടെൻഷനൊന്നും വേണ്ട. അങ്ങനെ ഈസി ആയിട്ടുള്ളൊരു 3 കറി നമുക്ക് ലഞ്ചിന് ഉണ്ടാക്കിയെടുക്കാം. സോ ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കുന്ന ക്യാബേജ് മെഴുക്കുവരട്ടിയാണ്. എല്ലാവർക്കും ഉണ്ടാവുമല്ലേ ഇതുപോലെ മടി പിടിച്ച ചില ദിവസങ്ങൾ. എനിക്ക് തോന്നുന്നു ഒരു വീക്കിൽ നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ ഹെക്ടിക്കായിട്ട് ജോലി ചെയ്ത് വരുമ്പോൾ ഒരു ദിവസം എനിക്കിതുപോലെ മടി പിടിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. കാര്യം അങ്ങനെയെങ്കിൽ നമുക്ക് ആ ഒരു ദിവസത്തെ റെസ്റ്റ് നമുക്ക് കിട്ടുമല്ലോ. ഞാൻ അങ്ങനെ പൊതുവേ അങ്ങനെ ഒരു റെസ്റ്റ് എടുക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ. നിങ്ങൾക്കും അങ്ങനെ മടി പിടിച്ചിരിക്കാൻ ഇഷ്ടമാണോ അല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെയുള്ള സമയങ്ങളിൽ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. ലൈക്ക് വെറുതെ ഇരുന്നാലും ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും. എനിക്ക് എൻ്റെ കമ്പനി തന്നെ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തിയും കൂടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന സാധനം കണ്ടിട്ട് ചിലർക്കെങ്കിലും എന്താണിത് എന്ന് തോന്നിയിട്ടുണ്ടാവാം. ചിലർക്ക് അറിയാമായിരിക്കും. ഇത് ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഉണ്ടായിരുന്നൊരു സംഭവമാണ്. എനിക്കിങ്ങനെ എല്ലാ സംഭവങ്ങളും മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നതിനോട് താല്പര്യമില്ല. ചിലതൊക്കെ നമ്മളിങ്ങനെ തല്ലി ചതയ്ക്കുമ്പോഴാണ് അതിനെ കുറച്ച് വലിയ ചങ്ക്സോടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാണ് കൂടുതൽ യൂസ് ചെയ്യുക. ഇത് വന്നിട്ട് ഇവിടെ പണ്ട് ഇവിടുത്തെ അമ്മച്ചി പാക്ക് ചതയ്ക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരുന്നതാണ്. വെറ്റില മുറുക്കാൻ നേരത്ത് പാക്ക് ചതയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനതിപ്പോൾ റെഡിയാക്കി എൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ ഉപയോഗിക്കാൻ എടുത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഞാനത് യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ ഞാൻ രസത്തിനുള്ള പ്രിപ്പറേഷൻസ് ചെയ്യണം. രസം ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് കടുക് താളിച്ച് ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ച് നമ്മുടെ പൊടികളെല്ലാം ഒന്ന് സോർട്ട് ചെയ്ത് തക്കാളി ഇട്ട് പുളിവെള്ളം പിഴിഞ്ഞൊഴിച്ച് അങ്ങനെയാണ് ഞാൻ രസം ഉണ്ടാക്കുക. പിന്നെ അതിൽ നമ്മൾ കായപ്പൊടി, ഉലുവപ്പൊടിയൊക്കെ ചേർക്കും. ചെറുപ്പത്തിൽ നമുക്ക് ഇഷ്ടമില്ലാതിരുന്ന ചില കറികളുണ്ടാവുമല്ലോ, അത് നമുക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള കറികളായിരിക്കും. അങ്ങനെ ഒരു സംഭവമാണ് കേട്ടോ രസം. പണ്ട് ഞാൻ തീരെയും കഴിക്കാത്തൊരു കറിയായിരുന്നു രസം. എനിക്കിഷ്ടവേ അല്ലായിരുന്നു. ഭയങ്കര വാട്ടറിയാണ്. എന്തിനാ ഇത്രയും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു സംഭവം വെക്കുന്നതെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പം എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ് രസം. അപ്പോൾ ഞാൻ രസം ഇങ്ങനെ തിളപ്പിക്കാൻ വെച്ചിട്ട് ഞാൻ മീൻ വയൽ വന്ന് കുറച്ച് തുണികളൊക്കെ മടക്കാനുള്ളതൊക്കെ മടക്കി വെക്കുകയാണ്. അപ്പോഴേക്കും ടൈം
സെറ്റ് ആകുമല്ലോ അവിടെ. അപ്പോൾ നമ്മുടെ രസമൊക്കെ തിളച്ചു. ഇനി ആ ഫൈനൽ ഡെക്കറേഷനാണ്. എനിക്ക് നിറയെ മല്ലിയിലേക്ക് ഇടണം. അപ്പോഴാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഓക്കെ ആവത്തുള്ളൂ. അപ്പോൾ ഇതേ അടിപൊളിയായിട്ട് രസമൊക്കെ വെച്ച് വളരെ സിമ്പിൾ ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ലഞ്ചൊക്കെ ഞാൻ കഴിച്ചു. ഈ രസവും ചോറും എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ കംഫർട്ട് ഫുഡാണ്. ഞാൻ പല റീൽസിലും കണ്ടിട്ടുണ്ട്. സോ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു നാപ്പൊക്കെ എടുത്തു. എന്നിട്ട് നേരെ ഇവക്കുട്ടീനെ വിളിച്ചിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് തുണി കഴുകാൻ ഇട്ടിട്ടുണ്ടായിരുന്നതെല്ലാം എടുത്ത് ഇങ്ങനെ അയയിൽ ഉണക്കാൻ ഇടുവാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഞാൻ ചെയ്യാൻ വേണ്ടി പോയി. എന്നും കുറച്ച് സമയം ഞാൻ ഇങ്ങനെ എൻ്റെ ചെടികൾക്കൊപ്പം ചിലവഴിക്കാറുണ്ട്. എനിക്ക് മൈൻഡ് ഭയങ്കരമായിട്ട് റിലാക്സിങ് ആവുന്നൊരു ടൈമാണ് കേട്ടോ. ഭയങ്കര കാമാവും എൻ്റെ മൈൻഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണിപ്പോൾ ഈ ചെടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ. ചുമ്മാ നോക്കിയിരുന്നാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. എന്തെങ്കിലും ഒന്ന് തൊട്ട് തലോടിയൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ഓക്കെ ആകാറുണ്ട്. സോ അപ്പോൾ അങ്ങനെ കുറച്ച് നേരം സമയമൊക്കെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നേരെ ചെടികൾക്ക് വെള്ളം ഒഴിക്കാനായിട്ട് പോവുകയാണ്. സോ ഇന്നത്തെ ഈ കുഞ്ഞു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.